മക്കളും രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന്റെ അഭിഷേകമായി മാറാൻ പോകുക. വചനം ഓരോ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ വചനത്തിന് സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ വചനം കടന്നു വരുന്ന സ്ഥലങ്ങളിൽ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. ദൈവത്തിന്റെ വചനം കടന്നു വരുന്നവരിലേക്ക്, ശ്രവിക്കുന്നവരിലേക്ക് വിശ്വാസം ജ്വലിക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇന്നും എൻ്റെ കൂടെ വസിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്നും എൻ്റെ കൂടെ നടന്നിരിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചേ. രണ്ട് കരകളും സ്വർഗത്തോളം ഉയർത്തണം. വചനത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ. ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ആത്മാവിലും സത്യത്തിലും തുളച്ചു കയറുന്ന വചനം, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വചനം, രോഗികൾക്ക് സൗഖ്യം തരുന്ന വചനം. ഈ വചനത്തിന്റെ അഭിഷേകമായി മാറട്ടെ. വചനം ആരാധനയായി മാറട്ടെ. വചനം സൗഖ്യമായി മാറട്ടെ. വചനം വിടുതലായി മാറട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി വിളിച്ച മക്കളെ യേശുവേ കൂടെ വസിക്കണമേ. വചനമായ എന്നിൽ നിറയണമേ. ആരാധന ആരാധന ആരാധന. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, പുറപിതാവായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ജോസഫിന്റെ മക്കൾ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അവിടുന്ന് അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ദേശത്തുണ്ടാവുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുക. നാം വചനത്തിൽ വായിച്ചു കേട്ടു, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, പൂർവ്വപിതാവായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ജോസഫിന്റെ മക്കൾ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അനുഗ്രഹിച്ചു എന്ന്. പുറപിതാവായ യാക്കോബിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഓരോ വ്യക്തികളും യാക്കോബിനെ കാണുന്നത് എങ്ങനെയാ? യാക്കോബിന് ഒരു പഴയ ജീവിതം ഉണ്ടായിരുന്നു. യാക്കോബിന് ജീവിതം വളവും തിരിവും നിറഞ്ഞ ജീവിതമായിരുന്നു. പാപം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അതുപോലെ തന്നെ തന്റെ സഹോദരനെ പറ്റിച്ച ഒരു ജീവിതമായിരുന്നു. തന്റെ പിതാവിനെ വഞ്ചിച്ച ഒരു ജീവിതമായിരുന്നു. ഇങ്ങനെ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു പൂർവ്വപിതാവായ യാക്കോബ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. എന്നാൽ പൂർവ്വപിതാവായ യാക്കോബിനെ കുറിച്ച് വചനം പറയുകയാണ്, യാക്കോബ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തന്റെ ചെറുമക്കളെ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അവിടുന്ന് അനുഗ്രഹിച്ചുവെന്ന്. ഈ വചനം കേൾക്കുമ്പോൾ എങ്ങനെയാണ് യാക്കോബ് ദൈവത്തെ ആരാധിച്ചെന്ന് ഓരോ മക്കളും തിരിച്ചറിയണം. യാക്കോബ് ഉണ്ടല്ലോ, തന്റെ ജീവിതത്തെ അവിടുന്ന് മാറ്റിമറിക്കുക. ഒരു കടവിൽ വെച്ച് ദൈവത്തെ യാക്കോബ് അവിടുന്ന് ആരാധിച്ചു. ഒരു രാത്രി മുഴുവൻ ദൈവത്തെ ആരാധിച്ചു.
ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയല്ല, മറിച്ച് ദൈവത്തെ മുഖാമുഖം ദർശിച്ച് ദൈവത്തോട് ആരാധന നടത്തിയ വ്യക്തിയാണ് പുറപിതാവായ യാക്കോബ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, അനുഗ്രഹിക്കുക കർത്താവേ, അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജെറുസലേം വസ്ത്രകൂടാരത്തിൽ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന? ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ. യാക്കോബിനെ പോലെ നീയും പ്രാർത്ഥിച്ചോ, അനുഗ്രഹിക്കുക കർത്താവേ, അനുഗ്രഹിക്കാതെ ഞാൻ ഈ ആലയം വിട്ടു പോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം പറയുന്നു, എന്റെ ആലയത്തിൽ നിന്ന് ഞാൻ അവരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കുമെന്ന്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല മക്കളെയും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ പറഞ്ഞയക്കണമെന്ന്? സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കണമെന്ന്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഈ യാക്കോബിന് ജീവിതം കാണാൻ സാധിക്കും. ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് മല്ലിട്ട യാക്കോബ്, എന്നാൽ ആ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയായിരുന്നു ഈ ആരാധന യാക്കോബിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുക. ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ആയിരങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്പർശനം ലഭിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞു, എനിക്ക് യാക്കോബിനെ പോലെ മല്ലിട്ട് പ്രാർത്ഥിക്കണം, കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കണം, വിളിച്ചപേക്ഷിക്കണം. ഇന്ന് ഏതൊക്കെ മക്കളാണോ യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്നത്, അനുഗ്രഹിക്കുക കർത്താവേ, അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തികൾക്കൊക്കെ യാക്കോബിനെ പോലെയുള്ള ദൈവത്തിന്റെ സ്പർശനം ലഭിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. എന്താ മക്കളെ യാക്കോബിനെ പോലെയുള്ള ദൈവത്തിന്റെ സ്പർശനം? യാക്കോബ് ദൈവത്തെ ആരാധിച്ചു. പിന്നീട് അന്ന് നേരം വെളുത്തപ്പോ എന്താ സംഭവിച്ച്? യാക്കോബിന്റെ കാല് മുടന്തുള്ള കാലായി മാറി. പിന്നീട് യാക്കോബിന്റെ ജീവിതം മുഴുവൻ ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് യാക്കോബിന് നടക്കാൻ സാധിക്കുകയുള്ളൂ. യാക്കോബ് എങ്ങോട്ട് പോകണം? ഈ ഊന്നുവടിയുടെ സഹായം വേണം യാക്കോബിന്. അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും, ഈ ഊന്നുവടിയും പിടിച്ചുകൊണ്ട് യാക്കോബ് ഈ ആരാധന കഴിഞ്ഞ് പിന്നീടുള്ള അവന്റെ ജീവിതം മുഴുവൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഊന്നുവടി എന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞു, ഊന്നുവടി മറ്റൊന്നുമല്ല മക്കളെ, മറിച്ച് ദൈവത്തെ യാക്കോബ് മുറുകെ പിടിച്ചു എന്നതാണ്. ഊന്നുവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് ദൈവത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും തിരിച്ചറിയണം, പല വ്യക്തികളുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ആത്മീയ ജീവിതം തുടങ്ങി ഏതാനും കാലം ദൈവത്തിന്റെ കൂടെയുള്ള ജീവിതം, എന്നാൽ ഏതാനും കാലം കഴിഞ്ഞ് ദൈവത്തെ വിട്ടുപേക്ഷിച്ച് എനിക്ക് എന്റെ കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. ചില വ്യക്തികൾ കാണാൻ സാധിക്കും, എത്രയോ കാലം ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് വളരെ ശ്രേഷ്ഠമായി ജീവിതം നയിച്ചവരാ. എന്നാൽ ചില വ്യക്തികളുണ്ട്, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, ദൈവത്തെ വിട്ട് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ യാത്ര തുടങ്ങുന്നു. എന്നാ പ്രിയപ്പെട്ട മക്കളെ, ഈ മക്കളൊക്കെ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? വലിയ അപകടത്തിലേക്ക്. യാക്കോബിന്റെ ജീവിതം കാണാൻ സാധിക്കാം, അന്ന് ദൈവത്തെ ആരാധിച്ചു, പിന്നീട് ജീവിതത്തിന്റെ അന്ത്യം വരെ യാക്കോബ് മുറുകെ പിടിച്ചു ആ ഊന്നുവടി തമ്പുരാനെ മുറുകെ പിടിച്ചു എന്നുള്ളതാ. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കുഞ്ഞിന്, ആ കുഞ്ഞ് തിരുനാളിന് പോയി, ആ കുഞ്ഞ് എപ്പോഴും ആളുടെ കൈ പിടിച്ചിട്ടുണ്ടാവും, കുഞ്ഞിന്റെ മാതാപിതാക്കളെ കൈ പിടിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാ മാതാപിതാക്കളെ കയ്യിൽ ഈ കുഞ്ഞ് പിടിക്കുന്നത്? കാരണം അതൊരു സംരക്ഷണ. ഈ കുഞ്ഞ് പിടിക്കുമ്പോൾ കുഞ്ഞിന് ഒരു ശക്തിയാ. ഇതുപോലെ തന്നെ വെടിക്കെട്ട്
ഉണ്ടായി, അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടായി, കുഞ്ഞോടി വരും ആരുടെ അടുത്തേക്ക്? അപ്പന്റെ അടുത്തേക്ക്, അമ്മയുടെ അടുത്തേക്ക്. കാരണം എന്താ? ഈ അപ്പന്റെ കരുതല്, അപ്പന്റെ കരങ്ങളെ പിടിക്കുമ്പോ, അമ്മയുടെ കരങ്ങളെ പിടിക്കുമ്പോ ആ കുഞ്ഞിനൊരു ശക്തിയാ, ആ കുഞ്ഞിനൊരു ശക്തിയാ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ പൂർവ്വപിതാവായ യാക്കോബ് നമുക്ക് കാണിച്ചു തരിക, അവൻ ആത്മീയ ജീവിതം ആരംഭിച്ചു. അവനൊരു പഴയ ജീവിതം ഉണ്ടായിരുന്നു. പാപം നിറഞ്ഞ ജീവിതം, വളവും തിരിവും നിറഞ്ഞ ജീവിതം, വക്രത നിറഞ്ഞ ജീവിതം, സഹോദരനെ പറ്റിച്ച ജീവിതം, അപ്പനെ വഞ്ചിച്ച ജീവിതം, ഇതെല്ലാം യാക്കോബിനുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ ആരാധിച്ച യാക്കോബ് ആ ജീവിതം മുഴുവൻ വിട്ടുപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുക. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് യാക്കോബിനെ പോലെ ഒരു ജീവിതം നമുക്ക് ആരംഭിക്കണം. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. വചനം പറയുകയാണ്, പൂർവ്വപിതാവായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ജോസഫിന്റെ മക്കൾ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അവിടെ നിന്ന് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കാണണം. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തന്റെ ചെറുമക്കളെ മുഴുവൻ അഭിഷേകം ചെയ്യുന്ന യാക്കോബിനെ ഇവിടെ ഇരിക്കുന്ന ഓരോ കാരണവന്മാരും സ്വപ്നം കാണണം, ഭാവനെ കാണാൻ സാധിക്കണം. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തന്റെ ചെറുമക്കളെ മുഴുവൻ അഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്ന കാരണവന്മാര്. എന്നാൽ കാണാൻ സാധിക്കും, ഈ യാക്കോബിന്റെ ജീവിതം ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ജീവിതമായിരുന്നു. പഴയ ജീവിതം യാക്കോബിനുണ്ടായിരുന്നു, വളവും തിരിവും നിറഞ്ഞ ജീവിതം. എന്നാൽ ഈ പിന്നീട് ഈ പാപത്തിന്റെ വഴിയെല്ലാം വിട്ടുപേക്ഷിച്ചു അവൻ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞോ എന്നാണോ എന്റെ ജീവിതത്തിൽ നിന്ന് തമ്പുരാനാവുന്ന ഊന്നുവടി എനിക്ക് വിട്ടുപോകുന്നത്, അന്ന് എന്റെ ജീവിതത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടും. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ ആരാധിക്കുന്ന ഓരോ വ്യക്തികളെയും ആദ്യ മാതാപിതാക്കൾ ദൈവത്തിന്റെ കൂടെ നടന്ന ജീവിതമായിരുന്നു. ഈ കുടുംബം കാണിച്ചു തരിക, ദൈവം അവിടെ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും പിടിക്കാൻ ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചേ? ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം പിശാചിനെ അവർ അനുസരിച്ചു. ഇതാ ദൈവത്തിന്റെ കൂടെയുള്ള ആരാധന അവർക്ക് നഷ്ടപ്പെട്ടു പോകുക. ദൈവത്തെ ആരാധിക്കണമോ? ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാവണം. 1 സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 21-ാം തിരുവചനത്തെ കാണാൻ സാധിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ അനുസരിക്കുന്നതോ അതോ ദൈവത്തിന് ദഹന ബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതാണോ ദൈവത്തിന് പ്രീതികരം? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് നമ്മളും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായി തീരണം. തമ്പുരാന്റെ കൽപ്പനകളും ചട്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുചിതമായി ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി തീരുള്ളൂ. ആരും ചിന്തിക്കരുത്, ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇതാ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ ആരാധന നടക്കുക, ഈ ആരാധനയിൽ ഞാൻ പങ്കെടുത്തു കഴിയുമ്പോൾ എനിക്കെല്ലാമായി എന്ന് ആരും ചിന്തിക്കരുത്. എന്നാൽ ഓരോ ദൈവ പൈതലും തിരിച്ചറിയണം എന്താണ് ആരാധന ജീവിതമെന്ന്. ആരാധന ജീവിതം പ്രിയപ്പെട്ട മക്കളെ, അത് ആരാധന ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആരാധിക്കുന്നതല്ല ആരാധന ജീവിതം എന്ന് പറയുന്നത്. ആരാധന ജീവിതം, ഇറ്റ് ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ, ഇത് എന്റെ ജീവിതത്തിന്റെ ഭാഗ. എന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ വഴികളെല്ലാം വിട്ടുപേക്ഷിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഓരോ നിമിഷവും ഒന്നായിത്തീരുന്ന ആരാധനയാണ് എന്നിൽ നിന്ന് ഉയരേണ്ടത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായിത്തീരുന്ന ആരാധനകളാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എങ്കിലാണ് ഞാൻ ഒരു ആരാധന ജീവൻ നയിക്കുന്ന വ്യക്തിയായി തീരുള്ളൂ. എന്റെ പാപത്തിന്റെ വടികളുണ്ട്, ആ പാപത്തിന്റെ വടികളെല്ലാം വിട്ടുപേക്ഷിക്കണം.
എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ദൈവത്തെ നാം ആരാധിക്കുന്നത്? ഒറ്റ കാര്യം നമ്മൾ ഓർത്താൽ മതി. നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കും. എന്തിനാ ദൈവത്തെ ഏത് സമയം ആരാധിക്കുന്നത്? ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ആരാധന എന്നുള്ളത്. ദൈവത്തിന് എത്രമാത്രം സന്തോഷം നൽകണോ അത് ദൈവത്തെ ആരാധിച്ചാൽ മതി. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കും, എന്തിന് ഞാൻ ദൈവത്തെ ആരാധിക്കണം? നോക്കിക്കോ, ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ജോസ്, ത്രേസ്യാമ, എൽസി, ഷീല, ഏതൊക്കെ മക്കളാണോ ഇവിടെ ഇരുന്ന് ഈ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 എന്നൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട മക്കള് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഈ ഷീലയുടെയും ജോസിന്റെയും മറിയത്തിന്റെയും ഒക്കെ ആരാധന ആവശ്യമുണ്ടോ? കാരണം സ്വർഗത്തിൽ കോടാനുകോടി മാലാഖമാർ ഏത് സമയം അനവരതം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധാത്മാക്കൾ ഏത് സമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ആരാധന ദൈവത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ? ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞോ, ഞാൻ ദൈവത്തെ ആരാധിക്കണം. എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം? മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്, എന്തിനെങ്കിലും ആരാധിക്കണം. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? മറ്റു പലതിനെയും ആരാധിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ചില വ്യക്തികൾ ആരാധിക്കുന്നുണ്ട്, പുരുഷനെ ആരാധിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ സ്ത്രീകളെ ആരാധിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ സിനിമയെ ആരാധിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ വിദ്യാഭ്യാസത്തെ ആരാധിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ ഇതുപോലെ ഫിലിം ആക്ടേഴ്സിനെ ആരാധിക്കുന്നവരുണ്ട്, ചില വ്യക്തികൾ സമ്പത്തിനെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർധാരയുള്ള ദാഹമാണ് ആരാധിക്കുവാനുള്ള ദാഹം. എന്നാൽ ഒരു വ്യക്തി ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ മാത്രമേ പാപത്തെയും ജഡത്തെയും അവൻ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. തിരുസഭയുടെ ചരിത്രത്തിൽ ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഫിലിപ്പ് നേരി എന്ന് പറയുന്ന വിശുദ്ധൻ. ഈ ഫിലിപ്പ് നേരി വിശുദ്ധൻ ഏത് സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഫിലിപ്പ് നേരി ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചേ: ഈശോയെ, ഞാൻ അങ്ങേ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചേ? എല്ലാരും ചേർന്നെന്ന് പറഞ്ഞ്, ഈശോയെ, ഞാൻ അങ്ങേ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലിപ്പ് നേരി വിശുദ്ധന്റെ ജീവചരിത്രത്തെ കാണാൻ സാധിക്കും. ഏത് സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ, ഞാൻ അങ്ങേ എല്ലാത്തിലുപരിയായി സ്നേഹിക്കുന്നു, ഈശോയെ, ഞാൻ അങ്ങേ എല്ലാത്തിലുപരിയായി സ്നേഹിക്കുന്നുവെന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഫിലിപ്പ് നേരി എന്ന് പറയുന്ന വിശുദ്ധര് ഒരു പ്രത്യേകമായിട്ടുള്ള കൃപ ദൈവം കൊടുത്തു. ദൈവത്തെ എല്ലാത്തിലും ഉപരിയായി ഈ വിശുദ്ധ സ്നേഹിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആരാധിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എല്ലാവരുടെ ഹൃദയത്തിന്റെ വലിപ്പം എന്തോരുണ്ട്? ഇത്ര ഉണ്ടാവുക. എന്നാൽ വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് അതിന്റെ ഇരട്ടി വലുപ്പമുള്ള ഹൃദയം ദൈവം കൊടുത്തു. മാത്രല്ല, വിശുദ്ധ ഫിലിപ്പ് നേരി ഏത് സമയം ഈശോയെ, ഞാൻ അങ്ങ് എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആശ്രമത്തിൽ ബാക്കിയുള്ളവർക്ക് എന്തെന്നില്ലാത്ത ശല്യായി. ഏത് സമയം ഈശോയെ, ഞാൻ അങ്ങ് എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു, ഈശോയെ, ഞാൻ അങ്ങ് എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നു. ഈ സമയത്ത് എന്താ ചെയ്തതെന്നറിയോ? ആശ്രമാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഫിലിപ്പ് നേരിയോട് പറഞ്ഞു, നോക്കിയേ, ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങണം, ഇവിടെ ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. യേശുവിനെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കണമെങ്കിൽ ഇതിന്റെ ഒക്കെ ഏറ്റവും അടിയിൽ, നമ്മുടെ ആശ്രമത്തിന്റെ ഏറ്റവും അടിയിൽ വിറക് വരെയുണ്ട്, അവിടെ പോയിരുന്ന് ദൈവത്തെ ആരാധിച്ചോളാൻ. എന്നാ കേൾക്കണോ, വിശുദ്ധ ഫിലിപ്പ് നേരി അനുസരിച്ചു വിറക് വരയിലേക്ക് പോയി അവിടെ ഇരുന്നും പ്രാർത്ഥിച്ചു. എന്തെന്ന്? ഈശോയെ, ഞാൻ അങ്ങയെ എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കുന്നുവെന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്, ഈ വിശുദ്ധന്റെ ജീവചരിത്രം പറയുന്നത്. ഈ വിശുദ്ധൻ മരിച്ചു കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ വിശുദ്ധ ജീവൻ നയിച്ചൊരു വിശുദ്ധനാണ് എന്ന് സമൂഹം തിരിച്ചറിയുകയാണ്, കൂടിയുള്ള ആശ്രമാംഗങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ ആശ്രമാംഗങ്ങൾ എല്ലാവരും ഇതാ സഭയുടെ
ഔദ്യോഗിക അംഗീകാരത്തോടുകൂടെ ഈ വിശുദ്ധന്റെ ഈ കല്ലറ പൊളിച്ചു അദ്ദേഹത്തിന്റെ ഈ ബോഡി പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ സാധിച്ച അത്ഭുതം, എല്ലാവരുടെ ഹൃദയത്തിന് ഇത്രയാണ് വലിപ്പമെങ്കിൽ ഇരട്ടി വലിപ്പമുള്ള ഹൃദയം ദൈവം വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് നൽകി അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും കാണാൻ സാധിക്കും വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തി ഏത് സമയം വിശുദ്ധ ഫിലിപ്പ് നേരി പ്രാർത്ഥിച്ചു, ജീസസ് ഐ ലവ് യു അബവ് ഓൾ, ജീസസ് ഐ ലവ് യു അബവ് ഓൾ. യേശുവേ ഞാൻ അങ്ങ് എല്ലാത്തിനുപരിയായി സ്നേഹിക്കുന്നു. സംഭവിച്ചത് എന്താണെന്നറിയോ? എന്താണോ പ്രാർത്ഥിച്ചത് ഈ വിശുദ്ധന്റെ ഹൃദയം പരിശോധിച്ചപ്പോൾ അതിൽ കൊത്തിവെച്ചതുപോലെ ജീസസ് ഐ ലവ് യു അബവ് ഓൾ എന്ന് കാണാൻ സാധിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ ഓർത്തോ, ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിച്ച വ്യക്തികൾക്കെല്ലാം പാപത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചു, ജഡത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുകയാണ്. ദൈവത്തെ ആരാധിച്ച വ്യക്തികൾ, കായേൽ ദൈവത്തെ ആരാധിച്ചു, ആബേലും ദൈവത്തെ ആരാധിച്ചു. എന്നാൽ ആബേലിന്റെയും കായേലിന്റെ ആരാധനകൾ തമ്മിൽ വ്യത്യാസമുണ്ടായി. എന്താ കായേലിന്റെ ആരാധനയുടെ പ്രത്യേകത? കായേൽ ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പള്ളിയിൽ പോയി, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, അവൻ കുർബാനയ്ക്കൊക്കെ പോയി. പക്ഷേ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും മാത്രം ഉടക്കിക്കിടന്ന ഒരു ജീവിതമായിരുന്നു കായേലിന്റേത്. എന്നാൽ അവന്റെ ഹൃദയത്തെ കാണാൻ സാധിക്കും വെറുപ്പ്, വിദ്വേഷം, അസൂയ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുക. ഇതാണ് കായേലിന്റെ അവസ്ഥ. പല വ്യക്തികളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ജെറുസലേമിൽ വരുന്നുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് വെറുപ്പ്, വിദ്വേഷം, അസൂയ, അഹങ്കാരം, ഏതെല്ലാം രീതിയിലുള്ള പാപത്തിന്റെ കെട്ടുകളുണ്ടോ, ഈ പാപത്തിന്റെ കെട്ടുകളും വെച്ചുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നതിനെ തിരിച്ചറിഞ്ഞോ. കായേലിനെ പോലെയുള്ള ആരാധനയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഉയർത്തുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ആബേലാകട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന അവൻ നടത്തി. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, എന്റെ ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയ എന്റെ ജീവിതം കൊണ്ട്, എന്റെ ജീവിത ശൈലി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തേണ്ടത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും തിരുവചനത്തിൽ കാണുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ. നോഹ ദൈവത്തെ ആരാധിച്ച വ്യക്തിയാ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയ ആ സമയത്ത് ഈ ദൈവം കാണുകയാണ് ജനം മുഴുവൻ പിശാചിനെ ആരാധിക്കുന്നു, തിന്മയുടെ പിന്നാലെ പോയിരിക്കുന്നു, അസന്മാർഗരുടെ പിന്നാലെ പോയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ദൈവം കാണുന്നേ സത്യ ദൈവത്തെ ആരാധിക്കുന്ന നോഹയെ. ഒരു വ്യക്തി മാത്രം പാപം ചെയ്യാതെ സത്യ ദൈവത്തെ ആരാധിക്കുന്നതായി ദൈവം കാണുക. എന്താ സംഭവിച്ചേ എന്നറിയോ? ഈ നോഹയുണ്ടല്ലോ, നോഹയോട് പറയുന്നുണ്ട് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോകുക, വലിയ മഴക്കെടുതി ഉണ്ടാവാൻ പോകുക, നീ പെട്ടകം ഉണ്ടാക്കിക്കോ. ദൈവത്തെ ആരാധിച്ച നോഹ ദൈവം പറഞ്ഞതനുസരിച്ചു ഇതാ ഒരു പെട്ടകമുണ്ടാക്കി. നോഹയും കുടുംബവും ഈ ദൈവത്തെ ആരാധിക്കുന്ന ആ കുടുംബമുണ്ടല്ലോ പെട്ടകത്തിൽ കയറി എന്ന് നാം വചനത്തിൽ കാണുന്നുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ പെട്ടകം? നോഹയുടെ പെട്ടകം എന്താണ്? നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോഹ കയറിയ പെട്ടകം ഏതാ മക്കളെ? നോഹ കയറിയ പെട്ടകം ഏതാ?
കർത്താവ് യേശുവാവുന്ന പെട്ടകത്തില നോഹ കയറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോഹ എന്താ ചെയ്ത്? വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞു, ജലക്കെടുതിയൊക്കെ കഴിഞ്ഞു. നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ദൈവത്തിന് ബലിപീഠം പണിത് ദൈവത്തിന് ആരാധന നടത്തി എന്നുള്ളതാ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മളും ഓർത്തിരുന്നു, ഈ സത്യ ദൈവത്തെ ആരാധിക്കണം. ഈ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനകൾ ഉയരുന്ന കുടുംബങ്ങൾ, ആരാധനകൾ ഉയരുന്ന വ്യക്തികൾ, ദൈവം അവരെ സംരക്ഷിക്കും. അവർക്ക് സംരക്ഷണ കവചം ഉണ്ടായിരിക്കും. ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അച്ഛൻ അമേരിക്കയിൽ കഴിഞ്ഞ 4 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അമേരിക്ക ഒരുപാട് മ്ലേച്ഛതയുണ്ട്, ഒരുപാട് തിന്മകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അത് വായിക്കുന്നുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ? അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ്, 3 കിലോമീറ്റർ ചുറ്റുവളവിൽ ഒരു നിത്യാരാധന കേന്ദ്രമുണ്ട്. അമേരിക്കയിൽ ഏത് കോണി ചെന്ന് കഴിഞ്ഞാലും ഏത് സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 24 മണിക്കൂറും ആരാധനകൾ നടത്തുന്ന ആരാധന കേന്ദ്രങ്ങളുണ്ട്. ഈ ആരാധന കേന്ദ്രങ്ങൾ, നിത്യാരാധനകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കാണാൻ സാധിക്കും, പാവപ്പെട്ട 2-3 മദാമി സായിപ്പ് അതിൻ്റെ അകത്തുണ്ടാവുള്ളൂ. 24 മണിക്കൂറും മാറി 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 വന്ന് ദൈവത്തെ ആരാധിച്ചു പോകുന്ന ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ അവിടെയുണ്ട്. ഇങ്ങനെയുള്ള ഏതാനും വ്യക്തികൾ ഉള്ളതുകൊണ്ട് ഇത്രമാത്രം മ്ലേച്ഛതകളും തിന്മകളും നിറഞ്ഞുവെങ്കിലും ഞാൻ ഈ അമേരിക്കയെ കുറിച്ച് പറയും, ഒരിക്കലും അമേരിക്ക നശിച്ചു പോകാത്തതിന് കാരണം വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. നീ ഓർത്തോ, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ തറവാട്, നിന്റെ മക്കള്, നിന്റെ തലമുറകള് നേരെയാവണോ? നിന്റെ കഴിവൊന്നുമല്ല മക്കളെ, ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം, നിന്റെ തലമുറകളും എല്ലാം നേരെയാവുകയുള്ളൂ. ജെറുസലേം വസ്ത്രകൂടാരത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ശാന്തമായി വന്നിരുന്ന് ആരാധിക്കാൻ എത്രയോ അവസരം ഒരുക്കിയിരിക്കുന്നേ. ഈ നാളുകളിൽ അച്ഛൻ കണ്ടിട്ടുണ്ട്, 1 മണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ ഈ നാളുകളിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്തു. എത്രയോ പാവപ്പെട്ട മക്കള് അത് ദൈവത്തിന്റെ സ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കുടുംബങ്ങളടക്കം മാസത്തിൽ 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നിരുന്ന എത്രയോ കുടുംബങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത കൃപകൾ നിങ്ങൾക്ക് അറിയണോ? അച്ഛൻ എന്തുകൊണ്ട് ഈ ആരാധന വേണമെന്ന് ശക്തമായിട്ട് പറയുന്നേ? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിന് മുമ്പിൽ ചില ജെറിക്കോ കോട്ടകൾ നിൽക്കുന്നുണ്ട്. ചില ജെറിക്കോ കോട്ടകൾ നിൽക്കുന്നുണ്ട്. ചില കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ, ചില കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ, ചില കുടുംബത്തിൽ എത്ര അധ്വാനിച്ചാലും അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, കടബാധ്യത വിട്ടുപോകാത്ത അവസ്ഥ, രോഗങ്ങൾ പീഡകൾ നീങ്ങിപ്പോകാത്ത അവസ്ഥ. ഇതുപോലെ തന്നെ ചില കുടുംബത്തിൽ 7 വർഷമായി 8 വർഷമായി മക്കളെ വിവാഹത്തിന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു വിവാഹം നടക്കാത്ത അവസ്ഥ. ഇതുപോലെ തന്നെ ജോലി ശരിയാവാത്ത അവസ്ഥ. വിവിധങ്ങളായ രീതിയിൽ പല കുടുംബങ്ങളെയും ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാ. എന്തുകൊണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ എന്ന് പല മക്കളും ചോദിക്കാറുണ്ട്. എന്നാ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടൊന്നും എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ജെറിക്കോ കോട്ട തകരില്ല. എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന മക്കളെ, ഏത് രീതിയിലുള്ള ജെറിക്കോ കോട്ടകളാണോ നിന്നെയും നിന്റെ കുടുംബത്തെയും വലയം ചെയ്തിരിക്കുന്ന ഈ ജെറിക്കോ കോട്ട തകർന്നു വീഴും. ഈ ജെറിക്കോ കോട്ട നിന്റെ മുമ്പിൽ മാറിപ്പോകും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ ആരാധിച്ചാൽ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ ആരാധിക്കുന്ന കുടുംബങ്ങളെ തമ്പുരാൻ ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ ആരാധിക്കുന്ന വ്യക്തികളെ തമ്പുരാൻ ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ ആരാധിക്കുന്ന സമൂഹങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും തിരുവചനത്തെ കാണാൻ സാധിക്കും, ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയെ അബ്രാഹാം. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു,
നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീയൊരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കാണാൻ സാധിക്കും എന്തുകൊണ്ടാ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ് നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. ഇതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തന്റെ പുത്രന് ഈ ലോകത്ത് ജന്മം നൽകാൻ വേണ്ടി ഒരു വംശാവലിയെ ദൈവം നോക്കിയ, ഒരു ജീനിയോളജി ദൈവം കാണുന്നുണ്ട്, ഒരു ഫാമിലി ട്രീ കാണുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ അബ്രാഹാം. ഈ അബ്രാഹത്തോട് പറയുക, നിന്റെ പിതൃഭവനത്തെ നീ വിട്ടിട്ട് പോണം, ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക്. ബൈബിൾ പണ്ഡിതന്മാര് പറയുകയാണ്, ഈ അബ്രാഹത്തിന്റെ കുടുംബത്തിന്റെ വംശാവലി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അബ്രാഹത്തിന്റെ വംശാവലി ഒരുപാട് വിഗ്രഹാരാധന, അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു ദേശവും ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അബ്രാഹത്തോട് പറഞ്ഞ് അതൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് വേണം നീ പോകാൻ വേണ്ടിയിട്ട് അതെല്ലാം വിട്ടുപേക്ഷിച്ച് അബ്രാഹം മുന്നോട്ട് പോകുക. പിന്നീട് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയാണ് മക്കളെ. ഈ അബ്രാഹം മുന്നോട്ട് പോകുന്നു. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അബ്രാഹാം ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോകുന്നു, ഏതെല്ലാം സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നു, അബ്രാഹാം ചെയ്യുന്ന ഒറ്റ കാര്യമാണ്, ദൈവത്തിന് ബലിപീഠം പണിത് ദൈവത്തിന് ആരാധനകൾ അർപ്പിച്ചു. ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം അബ്രാഹാം ചെയ്യുന്ന കാര്യമാണ് ദൈവത്തിന് ബലിപീഠം പണിത് അവിടെ ദൈവത്തിന് ബലിയർപ്പിച്ചു എന്നുള്ളത്. എന്നാ പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, കുരിശുകളുണ്ട്. ഈ അബ്രാഹത്തിന്റെ ജീവിതം കാണിച്ചു തരിക, മക്കളില്ല, ഒരുപാട് വേദന പരിഹാസങ്ങളിലൂടെ പോകുക. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിൽ അബ്രാഹാം ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. വീണ്ടും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കാണുക, ഇതാ തനിക്ക് മക്കളില്ലെങ്കിലും ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അതിന്റെ മധ്യേ, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ മധ്യേ ദൈവം ആ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക. വീണ്ടും ദൈവത്തെ ആരാധിച്ച് ഈ അബ്രാഹത്തിന്റെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പ്രതിസന്ധി, ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ ഏകപുത്രൻ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് എന്താണോ അബ്രാഹാം തന്റെ ജീവിതത്തിൽ അനുസരിക്കുക. ഈ പുത്രനെയും പൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോകുക. ചക്ക പൊള്ളുന്നുണ്ട്. തന്റെ ഏകപുത്രനെ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം ബലിയർപ്പിക്കാൻ പോകുമ്പോ ഉള്ളിൽ ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ അബ്രാഹത്തിന് ശക്തിയുണ്ട്. ദൈവത്തെ ആരാധിച്ചവനായിരുന്നു അബ്രാഹാം. ഈ പുത്രനെ കൊണ്ടുപോയി മോറിയ മലയുടെ മുകളിൽ ബലിപീഠത്തിൽ കിടത്തി, ഇതാ തന്റെ കയ്യിലിരിക്കുന്ന കത്തിയുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ മുകളിലേക്ക് അബ്രാഹാം വീശിയ. ഈ വീശുന്ന സമയത്ത് ഇതാ മുകളിൽ നിന്ന് ഒരു സ്വരം കേൾക്കുക, അബ്രാഹാം ആ മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. മുള്ളുകൾക്കിടയിൽ കുടുക്കി കിടക്കുന്ന ആ കുഞ്ഞാടിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ഏതാ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞാട് എന്ന് പറയുന്നത്? പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവ് ശിഹായാണ്. കാൽവരിയിൽ പിടഞ്ഞു കിടക്കുന്ന, ഉടക്കി കിടക്കുന്ന ആ കുഞ്ഞാടിനെയാണ് അവിടെ കാണിച്ചു കൊടുത്തത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആരാധന ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ജീവിതം അഭിഷേകമുള്ള ജീവിതം, പരിശുദ്ധ ആരാധന ജീവിതം നയിച്ചവളാ. അവർ ദൈവത്തെ അനുസരിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ ഒറ്റ കാര്യം നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളൂ. ഈ പുറപിതാവായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ച് തന്റെ ചെറുമക്കളെ മുഴുവൻ വിശ്വാസപൂർവ്വം അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. തലമുറകളിലേക്ക് അഭിഷേകം എടുക്കണം. ഈ ആരാധനയുടെ മധ്യത്തിൽ നിന്ന് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകം അവിടെ നിറയ്ക്കും. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങളായിരിക്കോ, ദൈവം ആ കുടുംബത്തിന്റെ കാര്യത്തിൽ കരുതലുണ്ട്.
ആബേല് ദൈവത്തിന് ബലിയർപ്പിച്ചോ, നോഹ ദൈവത്തെ ആരാധിച്ചോ, അബ്രാഹാം ദൈവത്തെ ആരാധിച്ചോ, പരിശുദ്ധമ്മ ദൈവത്തെ ആരാധിച്ചോ, യാക്കോബ് ദൈവത്തെ ആരാധിച്ചോ. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതവും ഒരു ആരാധനയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, തീരുമാനമെടുക്കണം മക്കളെ. മാസത്തിൽ 1 മണിക്കൂറെങ്കിലും എനിക്ക് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ, നിത്യാരാധന കേന്ദ്രത്തിൽ ഞാനും എന്റെ കുടുംബവും ദൈവത്തെ വന്ന് ആരാധിക്കുന്ന ഒരു കുടുംബമായി മാറാൻ ഈ കുടുംബത്തിന്റെ കാരണവന്മാർ സ്വപ്നം കാണണം. ഈ ആരാധനയുടെ വേളയിൽ യാക്കോബിനെ പോലെ തന്റെ ചെറുമക്കളെ അനുഗ്രഹിക്കുന്നതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവിടെയൊക്കെ അഭിഷേകം ഒഴുകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജോഷുവയുടെ പുസ്തകം 24:15 പറയുന്നു, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. എന്താ വചനം പറഞ്ഞ്? ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരാധനകൾ ഉയർത്താൻ പോവുക. 2 കരകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആത്മാവിന് സത്യത്തിന് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ഒരു ആരാധന ജീവിതം നമുക്ക് ഇവിടെ നിന്ന് പടുത്തുയർത്തണം മക്കളെ. ഈ ബലിവേദിയിൽ നിന്ന് ഒരു ആരാധന ജീവിതം നമുക്ക് പടുത്തുയർത്തണം.